MP എന്ന നിലയിൽ അദ്ദേഹത്തെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്താൻ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, MP എന്ന നിലയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തിയതിനെ കുറിച്ചാണല്ലോ നമുക്ക് വിമർശനം ഉണ്ടാകുക. അങ്ങനെ ഒരു പ്രവർത്തനവും MP എന്ന നിലയിലും മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന വിധത്തിലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നുള്ളതിൻ്റെ എല്ലാ പ്രശ്നവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആളുകളോട് ചില നേരത്ത് പെരുമാറുന്ന രീതികൾ, നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, ഞാൻ സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെ ആലോചിച്ചുകൊണ്ട് അത്ഭുതപ്പെടുന്നുണ്ട് പലപ്പോഴും. ആലിസ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ജബൽപൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ച മാധ്യമങ്ങളുടെ നേരെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിലെ 10-1 കേരളത്തിലെ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു മന്ത്രിയോ നടത്തിയാൽ എന്താ അതിനെ കേരളത്തിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളും അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും ഹർത്താൽ പോലും ഉണ്ടായേനെ. എത്ര നേരത്തേക്ക്? ഇപ്പോഴും കടക്ക് പുറത്തുനിന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പ്രയോഗിക്കുന്നവർ കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷക്കാലമായി സ്ഥിരമായി കിട്ടുന്ന തട്ടൊന്നും മനസ്സിലാകാത്ത വിധത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് പല കാര്യത്തിൽ. എല്ലാവരെ കുറിച്ചും അല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയും വിധത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സംഭാവന കേരളത്തിനോ പ്രത്യേകിച്ച് തൃശ്ശൂരിനോ നൽകിയതായിട്ട് ഞങ്ങളുടെ അറിവില്ലാത്തടത്തോളം കാലം ഞാനൊരു വിലയിരുത്തലിന് വിധേയമാക്കുന്നു.